എല്ലാവർക്കും നമസ്കാരം. ഇന്ന് മാർച്ച് 13, 2025 ഹോളിയുടെ തലേ ദിവസമാണ്. ഞാൻ മോളുടെ അടുത്ത് ഡൽഹിയിലാണുള്ളത്. അപ്പോൾ നോർത്തേൺ പാർട്ട് ഓഫ് ഇന്ത്യയിൽ ഹോളി എന്നാൽ വളരെ വിശേഷപ്പെട്ട ആഘോഷമാണ്. ഇവിടെ അടുത്തൊരു അമ്പലമുണ്ട്. അപ്പോൾ അമ്പലത്തിൽ തലേ ദിവസം എന്തൊക്കെയോ ചടങ്ങുകൾ നടക്കുന്നുണ്ട്, ആഘോഷങ്ങളും ചടങ്ങുകളും. അപ്പോൾ അതെന്താണെന്ന് അറിയാൻ എനിക്ക് ആകാംക്ഷയുണ്ട്. അതിനുവേണ്ടി ഞാൻ പോവുകയാണ്. ആ വീഡിയോ ആണ് ഇന്ന് ഞാൻ കവർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പം ഞാൻ അമ്പലത്തിൽ ഈ ഹോളിക ദഹൻ എന്നാണ് ഈ കൂമ്പാരത്തിന് പറയുക. ഇതിനകത്ത് കുറേ ഉണക്ക ചാണകങ്ങളെല്ലാം കെട്ടിയിട്ടിട്ടുണ്ട്, കുറേ ചുള്ളിക്കമ്പുകളെല്ലാം വെച്ച് ഇങ്ങനെ ഒരുക്കിയിട്ടിരിക്കുകയാണ്. ഇതിനകത്ത് നമ്മളെ വിഷമിപ്പിക്കുന്ന എന്തെങ്കിലും സംഗതികളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഈ അഗ്നിയിലിട്ട് ദഹിപ്പിച്ചപ്പോൾ ഒരു പുതിയൊരു തുടക്കം കുറിക്കുന്ന ഒരു വിശ്വാസം ഇതിനകത്തുണ്ട്. തിന്മയുടെ മേൽ നന്മയുടെ വിജയം നേടുന്നു എന്ന സന്ദേശം നൽകിയാണ് നോർത്ത് ഇന്ത്യക്കാർ ഈ ഓരോ വർഷവും ഹോളി ആഘോഷിക്കുന്നത്. ഹിരണ്യകശിപുവിൻ്റെ സഹോദരി ഹോളികയിൽ നിന്നാണ് ഹോളി എന്ന പേര് വന്നിട്ടുള്ളത്. അഹങ്കാരിയായ ഹിരണ്യകശിപു 3 ലോകവും കീഴടക്കി. അയാൾക്ക് തോന്നി എന്നാൽ വിഷ്ണു ഭഗവാനെ കൂടെ കീഴടക്കാം എന്ന് അദ്ദേഹത്തിന് തോന്നി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ നാട്ടിലെ ജനങ്ങളോടെല്ലാം പറഞ്ഞു, നിങ്ങളെല്ലാം എന്നെ ആരാധിക്കണം, വിഷ്ണു ഭഗവാനെ ആരാധിക്കരുത് എന്നുത്തരവിട്ടു. എന്നാൽ ഈ ഹിരണ്യകശിപുവിൻ്റെ മകനായ പ്രഹ്ലാദൻ ഭയങ്കര വിഷ്ണു ഭക്തനാണ്. അവൻ മാത്രം ഈ ഹിരണ്യകശിപുവിൻ്റെ വാക്ക് കേട്ടില്ല. ഇതിൽ കുപിതനായ ഹിരണ്യകശിപു പ്രഹ്ലാദനെ കൊല്ലാൻ വേണ്ടി പല മാർഗങ്ങളും ആലോചിച്ചു. വലിയ മലയിൽ നിന്ന് തള്ളിയിട്ട് നോക്കി, പിന്നെ വലിയ കിണറ്റിലേക്ക് തള്ളിയിട്ട് നോക്കി, സർപ്പങ്ങൾ മാത്രമുള്ള ഒരു മുറിയിൽ അടച്ചിട്ട് നോക്കി. എന്നിട്ടൊന്നും ഈ പ്രഹ്ലാദന് ഒന്നും സംഭവിക്കുന്നില്ല. അങ്ങനെയാണ് ഈ ഹിരണ്യകശിപുവിൻ്റെ സഹോദരിയായ ഹോളികയുടെ സഹായം തേടുന്നത്. ഹോളികയ്ക്ക് അഗ്നി ഏൽക്കില്ല, അങ്ങനെ ഒരു വരദാനം ഉണ്ടോക്ക്. എരിയുന്ന അഗ്നികുണ്ഡത്തിൽ പ്രഹ്ലാദനെയും കൊണ്ട് ഇരിക്കാനാണ് ഹിരണ്യകശിപു ഹോളികയോട് പറഞ്ഞത്. പറയുകയല്ല, ആജ്ഞാപിക്കുകയാണ് ചെയ്യുന്നത്. ഹോളികയ്ക്ക് തീപ്പൊള്ളലേൽക്കുകയും ഹിരണ്യകശിപുവിന് ഒന്നും സംഭവിക്കാതെ രക്ഷപ്പെടുകയും ചെയ്തു. ഒടുവിൽ വിഷ്ണു ഭഗവാൻ നരസിംഹരൂപം പൂണ്ട് ഹിരണ്യകശിപുവിനെ കൊന്നു എന്നുള്ളതെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യമാണ്. നന്മയുടെ ജയമായതിനാൽ ഹോളിയുടെ തലേദിവസം ഭക്തരെല്ലാം കൂടി അഗ്നികുണ്ഡമുണ്ടാക്കി ഹോളികയെ കത്തിക്കുന്ന ചടങ്ങാണ് ഈ ഹോളിക ദഹൻ എന്ന ചടങ്ങ്. അവിടുന്ന് പ്രസാദമായി എനിക്കൊരു അപ്പം കിട്ടിയിട്ടു.
അങ്ങനെ ഹോളിക്കാ ദഹനെല്ലാം കണ്ട് ഞാനിനി ഫ്ലാറ്റിലേക്ക് തിരിച്ചു പോകാം കേട്ടോ. വളരെ ഒരു പുതിയ അനുഭവമായിരുന്നു. അപ്പോൾ ഓക്കെ, ബായ്.